നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ വളരെ പ്രത്യേകതയുള്ളതാണ്. കുംഭം രാശിക്കാർക്ക്, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം എങ്ങനെയായിരിക്കുമെന്ന് മാത്രമല്ല, കുംഭം രാശിക്കാരുടെ എല്ലാ കാര്യങ്ങളും വിശദമായി നമുക്ക് നോക്കാം. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവ എങ്ങനെയായിരിക്കുമെന്നും 9 ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയായിരിക്കുമെന്നും അവ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകാൻ പോകുന്നതെന്നും നമുക്ക് വളരെ വിശദമായി നോക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തിനേക്കാളും വിലപ്പെട്ടതാണല്ലോ ആരോഗ്യം. ജ്യോതിഷപ്രകാരം ഒരാളുടെ ശാരീരികാവസ്ഥയെയും സ്വഭാവത്തെയും കുറിച്ചറിയാൻ ജാതകത്തിലെ 1-ാം ഭാവമാണ് പ്രധാനമായും നോക്കുന്നത്. നിങ്ങളുടെ 1-ാം ഭാവത്തിന്റെ, അതായത് ജന്മരാശിയുടെ അധിപനായ ഗ്രഹമാണ് ശനി. ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ്. അവിടെ സന്തോഷത്തിന്റെയും ആഡംബരത്തിന്റെയും ഗ്രഹമായ ശുക്രനും കൂടെയുണ്ട്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തെയും ശരീരത്തെയും സൂചിപ്പിക്കുന്ന 1-ാം ഭാവത്തിൽ ഇപ്പോൾ 4 ഗ്രഹങ്ങളാണുള്ളത്: ആദിത്യൻ, ബുധൻ, രാഹു, ചൊവ്വ. നിങ്ങളുടെ 1-ാം ഭാവത്തിൽ രാഹുവും ചൊവ്വയും ഒന്നിച്ചു നിൽക്കുന്നതിനെ അങ്കാരക ദോഷം എന്ന് വിളിക്കുന്നു. തീയും പുകയും എന്ന പോലെയാണ് ചൊവ്വയും രാഹുവും ഒന്നിച്ചു ചേരുന്നത്. 1-ാം ഭാവം നമ്മുടെ തലയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ ദോഷം പ്രധാനമായും ബാധിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും തലയെയുമാണ്. യാതൊരു കാരണവുമില്ലാതെ ദേഷ്യം വരാനും എല്ലാവരോടും തർക്കിക്കാനുമുള്ള ഒരു പ്രവണത ഈ സമയമുണ്ടാവും. കാര്യങ്ങൾ താൻ പറയുന്നത് പോലെ നടക്കണമെന്ന കടുംപിടുത്തം അല്ലെങ്കിൽ വാശി കൂടും. അമിതമായ ദേഷ്യം വരുന്നത് നിങ്ങളുടെ തലച്ചോറിനെ സമ്മർദ്ദത്തിലാക്കും. തലവേദനയോ മൈഗ്രെയിൻ പോലുള്ള അവസ്ഥകളോ വരാൻ സാധ്യതയുണ്ട്. തലക്കെപ്പോഴും ഒരു ഭാരം അനുഭവപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ദേഷ്യം കൂടുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെയാണ്. അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ധ്യാനമോ യോഗയോ ശീലിക്കുന്നത് നന്നായിരിക്കും. ശാരീരികമായി വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കിയാൽ ഈ മാസത്തെ തലവേദനയും മാനസിക സമ്മർദ്ദവും ഒരു പരിധിവരെ തടയാൻ നിങ്ങൾക്ക് സാധിക്കും. ജ്യോതിഷമനുസരിച്ച് ഒരാളുടെ ബുദ്ധിശക്തിയെയും പ്രാഥമിക വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്നത് ജാതകത്തിലെ 5-ാം ഭാവമാണ്. ഈ ഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ പഠന നിലവാരം എങ്ങനെയുണ്ടാകുമെന്ന് പ്രവചിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ അധിപനായ ഗ്രഹമാണ് ബുധൻ. ബുദ്ധിശക്തിയെയും അറിവിനെയും നിയന്ത്രിക്കുന്നത് ബുധനാണ്. ഈ മാസം ബുധൻ നിങ്ങളുടെ 1-ാം ഭാവത്തിൽ രാഹുവിനും ചൊവ്വയ്ക്കുമൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസത്തിന്റെ തുടക്കത്തിൽ പഠനകാര്യങ്ങളിൽ ചെറിയ മടിയോ ശ്രദ്ധക്കുറവോ തോന്നാൻ സാധ്യതയുണ്ട്. അറിവിന്റെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമായ വ്യാഴം മാർച്ച് 11 മുതൽ തന്റെ വക്രഗതി അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇത് ഈ മാസത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് വാർത്തയാണ്. ഇത് നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ്, അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാവത്തിലാണ് സംഭവിക്കുന്നത്. ഗുരുവായ വ്യാഴം നേർവഴിക്ക് സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങളുടെ പഠനപാതയിലെ തടസ്സങ്ങളെല്ലാം മാറ്റും. മാർച്ച് 11 ശേഷം നിങ്ങളുടെ പഠന ജീവിതത്തിൽ ഇനി പറയുന്ന ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇതുവരെ എന്ത് പഠിക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അത് മാറി വ്യക്തമായ ഒരു വഴി തെളിയും. വിദേശത്തോ നാട്ടിലോ ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ഈ സമയത്തിന് ശേഷം അനുകൂലമായ മറുപടികൾ ലഭിക്കും. പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ മാറുകയും മനസ്സ് പഠനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. എനിക്കിത് സാധിക്കുമോ എന്ന പേടി മാറി എന്തിനേയും നേരിടാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും കോച്ചിങ്ങിന് പോകുന്നവർക്കും മികച്ച ഫലം ലഭിക്കുന്ന സമയമാണിത്. മാർച്ച് 11 വരെ ചെറിയ മടി തോന്നിയേക്കാമെങ്കിലും അതിനുശേഷം നിങ്ങളുടെ പഠനകാലത്തെ ഏറ്റവും മികച്ച സമയങ്ങളിലൊന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് പതറാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും.
ജ്യോതിഷത്തിൽ നമ്മുടെ 7ാം ഭാവമാണ് പങ്കാളിയെയും അവർക്കൊപ്പമുള്ള ജീവിതത്തെയും കുറിച്ച് പറഞ്ഞു തരുന്നത്. നിലവിൽ നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ ഭാവത്തിൽ, അതായത് 7ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. സാധാരണയായി കേതു നിൽക്കുന്നത് പങ്കാളിയുമായി ചെറിയ അകൽച്ചയോ ആശയക്കുഴപ്പമോ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. എന്നാൽ നിങ്ങളുടെ 7ാം ഭാവത്തിന്റെ അധിപനായ സൂര്യൻ ഇപ്പോൾ 1ാം ഭാവത്തിലാണ്. അവിടെ നിന്ന് സൂര്യൻ തന്റെ സ്വന്തം ഭാവമായ 7ാം ഭാവത്തെ നേരിട്ട് നോക്കുന്നുണ്ട്. ഇത് ദാമ്പത്യത്തിന് ഒരു വലിയ സുരക്ഷാ കവചം പോലെയാണ്. വീട് വാങ്ങാനോ മക്കളുടെ ഭാവി കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടിയുള്ള വലിയ നിക്ഷേപങ്ങൾക്കോ പങ്കാളിയുമായി ചേർന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയ സമയമാണിത്. രണ്ടുപേരും തുല്യമായി കാര്യങ്ങൾ ആലോചിച്ചെടുക്കുന്നത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. മാർച്ച് 8 മുതൽ സൂര്യനും ശനിയും തമ്മിൽ ഒരു ജ്യോതിഷ ബന്ധമുണ്ടാകുന്നതിലൂടെ ശനിക്ക് മൗഢ്യം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില പുതിയ തീരുമാനങ്ങൾക്ക് വഴിതെളിക്കും. ഈ മാസം നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട്. 1ാം ഭാവത്തിലെ ഗ്രഹസ്ഥിതി നിങ്ങളെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചേക്കാം. നിസ്സാര കാര്യങ്ങൾക്ക് പങ്കാളിയോട് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കണം. പങ്കാളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പിഴവുകൾ മാത്രം കണ്ടുപിടിക്കുന്ന രീതി ഈ മാസം ഉണ്ടായേക്കാം. ഇത് അവരെ മാനസികമായി വിഷമിപ്പിക്കും. പെർഫെക്ഷൻ പ്രതീക്ഷിക്കാതെ അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. സൂര്യൻ തന്റെ ഭാവത്തെ നോക്കുന്നതുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടായാലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശുഭകരമായി മാറും. കൂടാതെ പങ്കാളിയുമായോ കുടുംബവുമായോ ചെറിയ യാത്രകൾ പോകാൻ ഈ സമയം വളരെ അനുയോജ്യമാണ്. ഇത് മനസ്സിനും ബന്ധത്തിനും പുതുജീവൻ നൽകും. കുടുംബത്തിൽ നടക്കേണ്ട മംഗളകരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റിയ സമയമാണിത്. നിങ്ങളുടെ നാവ് ഒന്ന് നിയന്ത്രിച്ചാൽ ഈ മാസം ദാമ്പത്യം വളരെ മനോഹരമായിരിക്കും. പങ്കാളിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും അവരെ വിശ്വാസത്തിലെടുത്ത് പുതിയ പ്ലാനുകൾ തയ്യാറാക്കാനും ശ്രമിക്കണം. ജ്യോതിഷത്തിൽ ഒരാളുടെ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത് ജാതകത്തിലെ 9ാം ഭാവം നോക്കിയാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഭാഗ്യം വരാനിരിക്കുന്ന വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. നിങ്ങളുടെ ഭാഗ്യത്തെ നിയന്ത്രിക്കുന്ന ഗ്രഹമായ ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 2ാം ഭാവത്തിൽ, അതായത് ധനസ്ഥാനത്താണ്. ശുക്രൻ അവിടെ വളരെ ശക്തമായ അഥവാ ഉച്ചാവസ്ഥയിലാണ്. മാർച്ച് 26 വരെ ഈ അനുകൂല സാഹചര്യം നിലനിൽക്കും. അതായത് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു സമയം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പുതിയ നിക്ഷേപങ്ങൾ, ഓഹരി വിപണി, ഭൂമി ഇടപാടുകൾ എന്നിവയിൽ ഏർപ്പെടാൻ ഇതിലും നല്ലൊരു സമയം അടുത്തൊന്നും കിട്ടില്ല. മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ നടക്കാനും ഭാഗ്യം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ തൊഴിലിനെ സൂചിപ്പിക്കുന്നത് 10ാം ഭാവമാണ്. കരിയറിന്റെ കാര്യത്തിൽ ഈ മാസം ഊർജ്ജസ്വലതയും അതോടൊപ്പം ചില തടസ്സങ്ങളും ഒരുപോലെ വരുന്നുണ്ട്. തൊഴിലിന്റെ അധിപനായ ചൊവ്വ രാഹുവിനോടൊപ്പം നിങ്ങളുടെ ജന്മരാശിയിലാണ്. ഇത് നിങ്ങൾക്ക് ജോലിയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കരുത്ത് നൽകും. എഞ്ചിനീയറിംഗ്, സാങ്കേതിക മേഖല എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങൾ ഒരു ടീമിനെ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടും. ശമ്പള വർധനവിനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചൊവ്വയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് ജോലി സ്ഥലത്ത് പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരോടോ മേലധികാരികളോടോ തർക്കിക്കുന്നത് നിങ്ങളുടെ കരിയറിലെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ക്ഷമ മാത്രമാണ് ഈ മാസത്തെ നിങ്ങളുടെ വിജയമന്ത്രം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ ആശ്വാസവും വളർച്ചയും നൽകുന്ന ഒന്നാണ്. മാർച്ച് 11 ശേഷം വ്യാഴം അനുകൂലമായി മാറുന്നതോടെ ബിസിനസ്സിൽ വലിയ ലാഭം വരാൻ തുടങ്ങും. പുതിയ ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാനുകൾ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണിത്. പുതിയ കരാറുകൾ ഒപ്പിടാനും വിശ്വസ്തരായ പങ്കാളികളെ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ ഭാഗ്യം നിങ്ങളുടെ പോക്കറ്റിലുണ്ട് എന്ന് പറയാവുന്ന മാസമാണിത്. സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും ബിസിനസ് വളർച്ചയ്ക്കും മാർച്ച് 26 വരെ മികച്ച സമയമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.